പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസയുടെ കള്ളത്തരം പുറത്താവാൻ പോവുകയാണ്. മാനസ മറച്ചു വെച്ച ആ രഹസ്യം ഇതോടുകൂടി എല്ലാവരും അറിയുകയാണ്. അങ്ങനെ സുനില് മാനസയെ തേടി ദേവന്റെ വീട്ടിലേക്ക് വരികയാണ്. മാനസയെ സ്റ്റേഷനിൽ നിന്നും സൂര്യയും ഭാവനയും ദേവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ മാനസയെ വീട്ടിലാക്കിയ ശേഷം സൂര്യ തിരിച്ചു പോകുമ്പോൾ ജയ ചോദിക്കുന്നുണ്ട്, സൂര്യ അന്യ അകത്ത് കയറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നും പറഞ്ഞ് ഭാവനയും സൂര്യയും തിരിച്ച് ഗായത്രിയുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാട്ടോ. മാനസയെ കൊണ്ട് അകത്തേക്ക് വരുന്ന ജയയുടെ അടുത്തേക്ക് അജയനും പ്രസീതയും ദേവനൊക്കെ വരികയാണ്. എന്നിട്ട് മാനസയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. എന്നിട്ട് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അജയനും പ്രസീതയും വെപ്രാളം പിടിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ മാനസ തളർന്ന നിലയിലായിട്ടുണ്ടാവും. എന്നിട്ട് ജയ പറയാണ്, മാനസയെ ഇപ്പോൾ വെറുതെ വിടാൻ കാരണം തന്നെ ഭാവനയാണ്, ഭാവന കാരണമാണ് മാനസ ഇപ്പോൾ പുറത്തു വന്നത് എന്ന് പറയുമ്പോൾ ദേവൻ പറയാണ്, ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഭാവനയുടെ മനസ്സ് മറ്റാർക്കും ഉണ്ടാവില്ല. എന്നിട്ട് ദേവൻ അജയനോടും പ്രസീതയോടും പറയണേ, നിങ്ങളെല്ലാവരും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയ ഭാവന തന്നെയാണ് മാനസയെ പുറത്തിറക്കിയത്. കണ്ടില്ലേ, അവളുടെ മനസ്സ് കണ്ടില്ലേ, അവൾക്ക് ആരോടും ഒരു പകയോ ദേഷ്യമോ ഒന്നുമില്ല. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു അവസ്ഥ ഭാവനയ്ക്കാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമായിരുന്നു എന്ന് ദേവൻ ചോദിക്കുന്ന സമയത്ത് അജയനും പ്രസീതയും ജയനിർമ്മലും ഉത്തരമുട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാനസയോട് ജയ പറയുകയാണ്, മോളെ ആ സുനിലിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവൻ ജീവനോടെ തന്നെ ഉണ്ടാവാൻ വേണ്ടി നീ ഒന്ന് മനസ്സുരുകി ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ മോളെ എന്ന് പറയാണ്. അപ്പോൾ മാനസ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ആൻറ്റി എനിക്ക് സുനിലിനെ കുറിച്ച് ഒരു വിവരം അറിയില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് ആൻറ്റി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അങ്ങനെ ജയ പറയുകയാണ്, അവന മഹേന്ദ്ര ശർമ്മയോടും മോഹിനി ശർമ്മയോടും 15 ദിവസത്തെ അവധിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ സുനിൽ എവിടെയാണെങ്കിലും കണ്ടെത്തി അവരുടെ മുന്നിൽ ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ദേവൻ പറയണ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ജയ ആകെ പേടിച്ച് നിൽക്കുകയാണ്. മാനസയെ തിരിച്ച് അവരുടെ അടുത്ത് എത്തിക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയോട് കൂടി നിൽക്കാൻ കേട്ടോ. അങ്ങനെ മാനസയോട് റെസ്റ്റ് എടുക്കാൻ പറയുകയാണ്. ദേവന്റെ വീട്ടിലേക്ക് അവൻ വരികയാണ് കേട്ടോ. സ്വാമി വേഷത്തിൽ, കാഷായ വേഷത്തിലാണ് വരുന്നത്. എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടി മാനസ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സുനിലിനെ കണ്ടതോടുകൂടി മാനസ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് സുനിലിനെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. മാനസ പഠിച്ച പണി 18 നോക്കിയിട്ടും സുനിൽ ആ വീട്ടിൽ നിന്നും പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ മാനസ അവനെ പിടിച്ച് തള്ളുന്നൊക്കെയുണ്ട്. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറഞ്ഞിട്ട്, നീ കാരണം കുറച്ചൊന്നുമല്ല ഞാൻ അനുഭവിച്ചിട്ടുള്ളത്, നിന്നെ എനിക്കിനി കാണണ്ട, നീ ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറഞ്ഞ് സുനിലിനെ ഇങ്ങനെ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് കഥ കടക്കാനൊക്കെ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ സുനിൽ കഥ കടക്കാൻ സമ്മതിക്കാതെ പിടിച്ച് കഥ അങ്ങ് തുറക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് ജയ നിർമ്മല ആരാണ് അവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മാനസ പറയണ, അത് ആൻറ്റി ഒരു ഭിക്ഷാടകനാണ്. ജയ പറയണ, മോളെ അവിടെ ഷെൽഫിലുണ്ട് പൈസ ഇരിക്കുന്നു, അതിൽ നിന്ന് എടുത്ത് കൊടുത്തേക്ക് എന്ന് പറയട്ടോ. ആ ഓക്കെ ആൻറ്റി എന്ന് പറയണേ. അപ്പോഴൊന്നും സുനിലാണെന്നുള്ളത് ജയക്ക് പോലും അറിയുന്നില്ല. ജയ അവിടെ റൂമിൽ നിന്നുമാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ മാനസ വീണ്ടും സുനിലിനോട് പോവാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ സുനിൽ പറയണേ, ഇല്ല ഞാൻ ഇനി പോവില്ല, നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്, ഇനി നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല എന്ന് പറയട്ടോ. അങ്ങനെ മാനസയെ സുനിൽ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം അവിടെ അങ്ങ് വട്ടം ചുറ്റുകയാണ് കേട്ടോ. അപ്പോൾ മാനസ എന്നെ വിട്, സുനിൽ നിന്നോടല്ലേ പറഞ്ഞത്, മര്യാദയ്ക്ക് നീ എന്നെ വിട്ടോ എന്നൊക്കെ ഇങ്ങനെ മാനസ ഉറക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ജയ താഴേക്ക് വരികയാണ് കേട്ടോ. ഈ ഒരു ബഹളവും ഈ സംസാരമൊക്കെ കേട്ടിട്ട് അപ്പോഴെന്നെ ദേവനും പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ദേവനും ജയയും പുറത്തേക്ക് വരുന്ന സമയത്ത് മാനസയെ വട്ടം ചുറ്റുന്നത് കാണുമ്പോൾ അവർ തന്നെ, ഇത് ആരാണ്, മാനസമോളെ ഇങ്ങനെ വട്ടം ചുറ്റുന്നത് ആരാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവർ നോക്കുന്നത്. അങ്ങനെ ദേവനെ കണ്ടപ്പോൾ സുനിൽ മാനസയെ താഴെ വെക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ദേവൻ നീ ആരാടാ എന്നങ്ങ് ചോദിക്കുമ്പോൾ മാനസ പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ സുനിൽ പറയണ, അങ്കിളിനൊന്നും എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് സുനിൽ ശർമ്മ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവനും ജയനിർമ്മല അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ബാൽക്കണിയിൽ നിന്നും കൊണ്ട് അജയനും പ്രസീതയും ഇത് കാണുകയാണ് കേട്ടോ. ആ സുനിലല്ലേ വന്നിരിക്കുന്നത്, സുനിൽ അവനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം അവനെ വെറുതെ വിടരുത് എന്നും പറഞ്ഞ് അജയനും പ്രസീതയും കൂടി താഴേക്ക് വരികയാണ്. എന്നിട്ട് മാനസ സുനിലിനോട് പറയുന്നുണ്ട്, നിന്നെ കാണാത്തതിൻ്റെ പേരിൽ നിന്റെ അച്ഛനും അമ്മയും കേസ് കൊടുത്ത് പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി, എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ നീ കാരണം അനുഭവിച്ചിട്ടുണ്ട്, മര്യാദ
മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് മാനസ ദേഷ്യപ്പെട്ട് സുനിലിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ദേവൻ വന്നതോടുകൂടി ദേവേശത്തോടു കൂടി സുനിലിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് ദേവൻ സുനിലിൻ്റെ ഷർട്ടിൽ അങ്ങ് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയായിരുന്നടാ നീ? എന്താടാ നിന്റെ ഈ വരവിൻ്റെ ഉദ്ദേശം? നിന്റെ അച്ഛനും അമ്മയും ഇവൾക്കെതിരെ പരാതി കൊടുത്തിരുന്നു. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. മര്യാദയ്ക്ക് നീ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയിക്കോ എന്നൊക്കെ പറയുമ്പോൾ സുനിൽ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ദേവൻ്റെ കൈ അങ്ങ് മാറ്റിയ ശേഷം പറയണേ, ഞാൻ ഇനി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകുമ്പോൾ ഈ നിൽക്കുന്ന മാനസ എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ കൂടെ മാനസ ഇല്ലാതെ ഞാൻ ഇനി ഒരു നിമിഷം പോലും ജീവിക്കില്ല. ഞാൻ ഹരിദ്വാറിലാകുന്ന സമയത്ത് എനിക്കൊരു വെളിപാട് പോലെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. മാനസ ഗർഭിണിയാണെന്നും മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണെന്നുള്ളതും ഞാൻ അറിഞ്ഞു എന്നങ്ങ് പറഞ്ഞതോടുകൂടി ജയ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇവനെന്താ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ദേവനൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അജയനും പ്രസീതയും ഒക്കെ ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് അജയൻ സുനിലിൻ്റെ കോളറയിൽ അങ്ങ് കുത്തിപ്പിടിച്ച്, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, എൻ്റെ മോളുടെ ജീവിതം തകർത്തതും പോരാ, ഇനിയിപ്പോൾ നീ എന്തിനാടാ ഇവിടേക്ക് വന്നത്? നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മോളെ ഒരുപാട് ഉപദ്രവിച്ചു, നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അടിക്കാൻ വേണ്ടി അജയൻ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സുനിൽ ഇനി ആ സത്യം വിളിച്ച് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, ഞാൻ ഇനി മാനസയെ കൂടെ തന്നെയാണ് ജീവിക്കുകയുള്ളൂ. മാനസയെ വിട്ട് എനിക്കിനി ഒരു ജീവിതവുമില്ല. എനിക്ക് മാനസയോടൊപ്പം ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബജീവിതം വേണം. മാനസയും ഞാനും എൻ്റെ കുഞ്ഞും കൂടി സന്തോഷത്തോടു കൂടി എനിക്ക് ജീവിക്കണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവനും നിർമ്മലയും ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ആ സമയത്ത് മാനസ പേടിയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ സുനിൽ ആ സത്യം വിളിച്ചു പറഞ്ഞതോടുകൂടി എല്ലാവരും സംശയിച്ചതുപോലെ സുനിലിൻ്റെ കുഞ്ഞ് തന്നെയാണ് മാനസയുടെ വയറ്റിലുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ. അതോടുകൂടി ദേവൻ, മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും പോയിക്കോ, നീ വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറയുന്നോടാ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ചിരിച്ചോണ്ട് പറയുകയാണ്, ഇല്ല അങ്കിൾ, ഞാൻ അങ്ങനെ തോന്നിയതൊന്നും പറഞ്ഞതല്ല, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് അത് എൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ വീണ്ടും ജയയുടെ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിയുകയാണ് കേട്ടോ. അങ്ങനെ ദേവൻ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും തൽക്കാലം സുനിൽ പോവുകയാണ്. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ സുനിൽ ഇനി അവിടെ എത്തിയ ശേഷം അച്ഛനോടും അമ്മയോടും മാനസയുടെ കാര്യം പറയും. മാനസയുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണെന്നുള്ളത് പറയും. അങ്ങനെ ഇനി മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും സുനിലും കൂടി ദേവന്റെ വീട്ടിലേക്ക് ഒരു വരവുണ്ട്. സുനിൽ പോയി കഴിഞ്ഞ ശേഷം പിന്നീട് ദേവൻ സൂര്യയ്ക്കും ഭാവനയ്ക്കും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാവനയോട് എല്ലാ കാര്യവും ദേവൻ പറയുകയാണ്. അത് കേട്ടപ്പോൾ ഭാവനയുടെ സംശയമാവുകയാണ്. വല്യമ്മ പറഞ്ഞത് അതേപോലെ ആയിട്ടുണ്ട്, വല്യമ്മ പറഞ്ഞതാണ് അത് സുനിലിൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും, മാനസ നിങ്ങളെയൊക്കെ പറ്റിച്ചതാണെന്ന് പറഞ്ഞത് അത് സത്യമാണെന്നുള്ള കാര്യം ഭാവനയ്ക്ക് ആ നിമിഷം മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ഓടി ചെല്ലുകയാണ് സൂര്യയുടെ അടുത്തേക്ക്. അങ്ങനെ സൂര്യയോട് പറയുകയാണ്, സൂര്യ നീ പറഞ്ഞത് ശരിയാണ്, മാനസയുടെ കാര്യത്തിലും സുനിലിൻ്റെ കാര്യത്തിലും ഒരു ദുരൂഹതയുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, അത് സത്യമാണ് എന്ന് പറയുമ്പോൾ നീ എന്താ ഭാവന ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കേട്ട. അപ്പോൾ അങ്കിൾ വിളിച്ചിരുന്നു, എന്നിട്ട് മാനസയെ തേടി സുനിൽ വീട്ടിലെത്തിയിരുന്നു. അങ്ങനെ സുനിൽ ഇക്കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ സുനിൽ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സുനിൽ ദേശാടനത്തിന് പോയിരിക്കുകയായിരുന്നു, എല്ലാ ക്ഷേത്രങ്ങളിലും അവൻ പോയിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് അവൻ അവിടെ വന്നപ്പോൾ പറഞ്ഞതത്രേ എന്ന് പറയട്ടോ. അങ്ങനെ സുനിലും മാനസയും കൂടിയുള്ള എല്ലാ കള്ളത്തരവും ഭാവനയും സൂര്യയും അടക്കം എല്ലാവരും അറിയുകയാണ്. അപ്പോൾ മാനസയെ വലിയൊരു കള്ളത്തരമാണല്ലോ നമ്മളോട് ചെയ്യാൻ ഒരുങ്ങിയത്, കൊണ്ട് അംബാലിക ആൻറ്റി ചെയ്യിപ്പിക്കാൻ നോക്കിയ അതുപോലെ തന്നെയാണല്ലോ മാനസയും ചെയ്തിട്ടുള്ളത് എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലൊരു ഷോക്കാവുമല്ലോ എന്ന് ഭാവന പറയുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ കിട്ടണം, മാനസയെ തലയിൽ വെച്ച് നടക്കുകയായിരുന്നില്ലേ, ഇത് തന്നെ വേണം എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണേ, എൻ്റെ സേതുവേട്ടൻ ആദ്യം മുതലേ പറഞ്ഞതായിരുന്നു മാനസയെ വിശ്വസിക്കരുത്, അവളിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ടോ എന്ന്. ഇപ്പോൾ അതെല്ലാം സത്യമായില്ലേ എന്നൊക്കെ പറയും ഭാവനയും അങ്ങ് സംസാരിക്കാൻ കേട്ടോ. ഇനി ഗായത്രിയും മായയും സേതു വിജയപത്മനും ജാനകിയും ഒക്കെ ഇനി ഇക്കാര്യം അറിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഗായത്രിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സുനിലിന്റെ ഈ വരവോടുകൂടി മാനസയുടെ കള്ളത്തരം അങ്ങ് പുറത്താവുകയാണ്. അങ്ങനെ മാനസയുടെ വയറ്റിലുള്ളത് സുനിലിന്റെ കുഞ്ഞാണെന്നുള്ളത് സത്യം ഇനി പുറത്തു വരികയാണ്. ഇനി മാനസയെ മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയും സുനിലും കൂടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. അങ്ങനെ മാനസയുടേതായ ജീവിതമാവുകയാണ്. ഭാവനയും സൂര്യയും അജയനും ദേവനും സന്തോഷത്തോടു കൂടി അവരും ജീവിക്കുകയാണ്. അങ്ങനെ ഭാവന ഒരു ആൺകുഞ്ഞിനെ
കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യും.